ഗൈസ് ഞങ്ങളിപ്പോൾ പറഞ്ഞാൽ എറണാകുളം എയർപോർട്ടിലാണ്. അപ്പൊ ഞങ്ങളത് ഞങ്ങളുടെ കോളേജ് ജീവിതത്തിൽ തന്നെ ലാസ്റ്റ് ഐവിക്ക് പോവുകയാണ്. അപ്പൊ നിങ്ങളാരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പിനൊന്നുമല്ല പോകുന്നത്. ഇതിന്റെ അടുത്ത് ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പൊ അതിനുവേണ്ടി വന്നതാണ്. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് നേരം എയർപോർട്ടിന്റെ അടുത്തുനിന്നാണ് ബസ് കയറിയത്. ഞങ്ങൾ ബസ് കയറിയ ഇവന്മാരെല്ലാം തുള്ളി ടയർഡായിരുന്നു, പിന്നെ ഞങ്ങളും ഓൾറെഡി ടയർഡായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങളും കയറി അങ്ങ് ഉറങ്ങി. പിന്നെ നമ്മളെല്ലാവരും കണ്ണു തുറന്നത് നമ്മളെല്ലാവരും ബുക്ക് ചെയ്ത വയനാട്ടിലെ റിസോർട്ടിലാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കൊണ്ടല്ലേ നമ്മൾ ഇവിടെ വന്നതെന്ന്. സത്യം പറഞ്ഞത് ഐവി എന്നൊന്നും പറയാൻ പറ്റില്ല, ഇത് സത്യം പറഞ്ഞ ടൂറാണ്. കാരണം നമ്മൾ അൺഒഫീഷ്യൽ ആയിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ വയനാട്ടിലുള്ള അഷ്ടമി റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് സ്റ്റേ ബുക്ക് ചെയ്തത്. സത്യം പറയാൻ ഇവിടുത്തെ റിസോർട്ടൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ അതിൽ കുറെ ആനിമൽസും കാര്യങ്ങളും പിന്നെ കാണാൻ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു കൂട്ടുകാരനെ കിട്ടി. പിന്നെ ഞങ്ങൾ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ചില റിസോർട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാഗ് റിസോർട്ടിലൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ ഫുഡും കഴിച്ച് കഴിഞ്ഞാൽ നേരെ ഫസ്റ്റ് സ്പോട്ടായ എടക്കൽ കേവ്സിലെത്തി. ഇവിടെ താഴെ നിശ്ചയം നടന്നു വേണം കേവ്സിലോട്ട് എത്താൻ വേണ്ടി. സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല വെയിലായിരുന്നു. ഇവിടെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ പുറമൊക്കെ പൊള്ളുമായിരുന്നു. ഈ ചൂട് വെയിലത്ത് താഴെ മണ്ടയ്ക്കൂടെ നടന്നു കയറാൻ അതിൽ ചെറിയൊരു ടാസ്ക് തന്നെയായിരുന്നു. ഇവിടുന്ന് അതിൽ മണ്ടയ്ക്കൂടെ കയറിയിട്ടും തീരുന്നില്ലായിരുന്നു. നമ്മൾ കല്ലിന്റെ ഇടയ്ക്കൂടെ കയറി ഇറങ്ങി അവസാനം എടക്കൽ കേവ്സിലെത്തി. ഇവിടെ അതിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ ഏതാണ്ടൊക്കെ കൊത്തി വെച്ച കല്ലിൽ ഏതാണ്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറയല ഹൈക്കിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും ഈ പരിപാടി ഇഷ്ടപ്പെടും. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബസ്സിൽ കയറി ഉച്ചക്കത്തെ ഫുഡും കഴിച്ച് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടായ കരപ്പുഴ ഡാമിൽ വന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞു ഇവിടെ കുറെ റൈഡ്സും കാര്യങ്ങളും പിന്നെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരം അതിൽ ATV റൈഡിന് ഇറങ്ങി, കുറച്ച് നേരം അതിൽ സിപ്പ് ലൈൻ ചെയ്യാനും പോയി. അപ്പൊ എന്തായാലും ഞാനൊക്കെ അതിൽ ഓഫ് റോഡ് ATV ചെയ്യാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. ഞങ്ങൾ അതിലൂടെ നേരെ ഒന്ന് ഫോം ഒക്കെ സൈൻ ചെയ്ത് പ്രൊട്ടക്ഷൻ ഗിയർ ഇട്ടിട്ട് നമ്മളെല്ലാവരും നേരെ അങ്ങ് ഇറങ്ങി. സത്യം പറയാൻ ഈ ഒരു എക്സ്പീരിയൻസ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും നേരെ തിരിച്ച് ഡാമിലേക്ക് തന്നെ വന്നു. പിന്നെ അവിടെ കുറച്ച് നേരം കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ നമ്മുടെ ബസ് വന്നു. പിന്നെ എല്ലാവരും ബസ്സിൽ കയറി തുള്ളലും കാര്യങ്ങളായി. സത്യം പറയല്ലേ ഞങ്ങളുടെ ബസ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ തുള്ളി നമ്മൾ നേരെ ചെന്ന് നിന്നത് റിസോർട്ടിലാണ്. പിന്നെ നമ്മൾ ഉടനെ തന്നെ നേരെ പൂളിലേക്കും കാര്യങ്ങളൊക്കെ ചാടി പിന്നെ ബോളിട്ട് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടുന്ന് രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ അതിൽ നമുക്ക് വേണ്ടി തന്നെ ചെറിയൊരു ഫെയർവെൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവരും 2-3 മിനിറ്റ് പിടിച്ചു നിന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും പോയി. ചിലർ ഇരുന്ന് കയറിയുന്നു, ചിലർ ചിരിച്ചുകൊണ്ട് കയറിയുന്നു, ചിലർ കെട്ടിപ്പിടിച്ച് കയറിയുന്നു. എല്ലാവരും പിന്നെ കൂട്ടക്കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുന്ന ടൈം ആയിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ നേരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് വായിലൊക്കെ വെച്ച് കൊടുത്ത്. അന്ന് രാത്രി ഞങ്ങളാരും ഉറങ്ങിയില്ല, കാരണം ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും 4 വർഷത്തെ ഞങ്ങളുടെ ഫുൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇഷ്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാം കുറച്ച് പേരൊക്കെ അതിൽ ബസ്സിന്റെ മണ്ടയിൽ കയറിയിരുന്നു 4 വർഷത്തെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഉപ്പേരിയൊക്കെ തിന്നുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ ഉറങ്ങാൻ വേണ്ടി പോയി, കാരണം നാളെ രാവിലെ എണീക്കേണ്ടതാണേ.